ഹായ് ഗൈസ്, കഴിഞ്ഞൊരു 60 ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവരും ക്ഷമിക്കുക, ഒരുപാട് തിരക്കുകളിലായിപ്പോയി. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഒരു കിടുക്കാച്ചി സിനിമ, ഏതാണ്ട് പ്രിഡേറ്റർ, ബാറ്റിൽ ഷിപ്പ്, പിന്നെ ഡേ ആഫ്റ്റർ ടുമാറോ അല്ല, എഡ്ജ് ഓഫ് ടുമാറോ, ഈ സിനിമകളൊക്കെ കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ ഒരു വാർ മെഷീൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. കിടുക്കെന്ന് വെച്ചാൽ കിടുക്കൻ ത്രില്ലിംഗ് മോഡലുള്ള ഒരു സീറ്റഡ്ജ് ആക്ഷൻ ഓറിയൻറ്റഡ് ഫിലിം. ഈ സിനിമ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ഇതൊരു ഭയങ്കര സീറ്റഡ്ജ് ത്രില്ലറാണ്. ഒട്ടുക്കത്തെ ഒരു ആക്ഷനും പിന്നെ ഒരു ഫിക്ഷണൽ മൂവിയാണ്, ഒരു ഏലിയൻ കൈൻഡ് ഓഫ് മൂവിയാണ്. ഒരു ഭയങ്കര ലോജിക്കൊന്നും യൂസ് ചെയ്യരുത്, പക്ഷെ എന്നാലും ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കിടുക്കൻ മൂവിയാണ്. അലൻ റിച്ചൻ എന്ന നടനാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നമ്മൾ ദ റീച്ചർ എന്ന സിനിമയിലൊക്കെ ഉള്ള ഒരു നായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്രദറും കൂടെ ഭയങ്കര ആഗ്രഹിച്ച ഒരു പൊസിഷനായിരുന്നു ആർമിയിലെ റേഞ്ചർ ആവുക എന്നുള്ളത്. റേഞ്ചർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അപകടം നടക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ ദ്രുതകർമ്മ സേന എന്നൊക്കെ പറയുമല്ലോ, അതേപോലത്തെ ഈ അമേരിക്കൻ പട്ടാളത്തിലെ ഒരു ഭയങ്കര ഉയർന്ന ഒരു പൊസിഷനാണ് ഈ റേഞ്ചേഴ്സ്. അപ്പോൾ അവർക്ക് അതിലേക്ക് എത്താൻ വേണ്ടി ഭയങ്കര ഒരു ഡ്രീമായിരുന്നു, അവരുടെ ഒരു എയിമായിരുന്നു. അങ്ങനെ ഈ കാണ്ഡഹാർ ഒരു പ്രദേശം അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ബ്രദർ ഇദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഒരു അറ്റാക്കിൽ മരണപ്പെടുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടമാകുന്നു. ഇദ്ദേഹത്തിൻ്റെ ബ്രദറിനെ തോളിലൊക്കെ എടുത്തിട്ട് രക്ഷിക്കാൻ കഴിയുന്നത് അദ്ദേഹം ശ്രമിക്കും, പക്ഷേ പറ്റൂല. അപ്പോൾ ഒരു എന്താ പറയുക, അതിൻ്റെ മെഡിക്കൽ ക്യാമ്പ് എത്തുന്നതിന് മുമ്പേ തന്നെ ഈ ബ്രദർ മരിച്ചു പോകും. അപ്പോൾ ഈ ബ്രദറിൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നായകൻ, ഇദ്ദേഹത്തിന് അതിൻ്റെ പേര് പറയുന്നില്ല, 81 നമ്പർ സോൾജിയറിൻ്റെ പേര് 81 എന്നുള്ള ലെവലിലാണ് പറയുന്നത്. അങ്ങനെ ഈ നമ്മുടെ നായകൻ ഈ റേഞ്ചേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ക്യാമ്പിലേക്ക് പോവുകയാണ്. അതായത് അതൊരു 5-6 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പാണ്. അപ്പോൾ അതിൽ ഓരോ ആഴ്ചയിലും ഭയങ്കര ടഫായിട്ടുള്ള ഒരുപാട് ടാസ്കുകൾ ഇവർക്ക് കൊടുക്കും. മുട്ടിലഴിഞ്ഞ് പോവുക, പിന്നെ ഈ പോസ്റ്റിൻ്റെ മുകളിൽ കയറുക, അങ്ങനത്തെ വെള്ളത്തിൽ കൂടെ ശ്വാസം അടക്കി പിടിച്ചിട്ട് താഴെ കൂടെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നടക്കുക, അങ്ങനത്തെ ഒരുപാട് ടഫായിട്ടുള്ള ടാസ്കുകൾ ഇവർക്ക് കൊടുത്ത് ഏറ്റവും അവസാനം വരെ സർവൈവ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ ഈ ഒരു റേഞ്ചേഴ്സ് ആവാനുള്ള ഒരു എന്താ പറയുക പൊസിഷൻ, ഒരു ബാഡ്ജ് അവർക്ക് നൽകുള്ളൂ. അങ്ങനെ നമ്മുടെ നായകൻ തൻ്റെ ബ്രദറിൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ അവസാന ആഴ്ച വരെ നമ്മുടെ നായകൻ കഷ്ടപ്പെട്ട് പിടിച്ചു നിന്ന് ഉറക്കം പോലും ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് സക്സസ് ആവും. ഏറ്റവും അവസാനം ഇവർക്ക് ഈ പറയുന്ന ഓഫീസേഴ്സ് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഒരു ഐലൻഡിൽ, ഒരു ഏരിയയിൽ ഒരു ജെറ്റ് വിമാനം അവിടെ തകർന്നടിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൻ്റെ പൈലറ്റിനെ രക്ഷിക്കുക, അവിടെ തൊട്ടടുത്തുള്ള ഒരു കാഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘത്തിനെതിരെ അറ്റാക്ക് ചെയ്യുക, എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു വരിക എന്നുള്ളൊരു വലിയൊരു ടാസ്ക്കാണ് ഇവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ നായകൻ്റെ കൂടെ ജയിച്ച ഒരു കുറച്ച് പേരും കൂടെ 12 പേരോളം അടങ്ങുന്ന ഒരു ടീമായിട്ട് ഇവർ ഈ പറയുന്ന ഐലൻഡിലേക്ക് പോകണം. ഐലൻഡ് വിശ്വാസമൊന്നും ഇല്ല, ഇവരുടെ കയ്യിൽ വലിയ തോക്കുകളോ അറ്റാക്കിങ് കാര്യങ്ങളോ ഒന്നുമില്ല, ബോംബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ഈ ഒരു പ്ലെയിൻ കണ്ടുപിടിക്കുക, പ്ലെയിൻ തകർക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ നടന്ന് കോമ്പസൊക്കെ തെറ്റുന്ന ഒരു ഏരിയയിലെത്തും. കോമ്പസ് ഒന്നും കറക്റ്റായിട്ട് ദിശ കാണിക്കില്ല. അപ്പോഴാണ് ഇതിൻ്റെ പാരലായിട്ട് വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട് കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. ആകാശത്തൊരു ഉൽക്ക പതനം ഉണ്ടാവുകയാണ്. ഭയങ്കരമായിട്ട് ഭൂമിക്ക് നേരെ ഒരുപാട് ഉൽക്കകൾ ഭൂമിക്ക് നേരെ വരുന്നുണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ TV-യിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടെ വന്നിട്ടെ. അങ്ങനെ ഇവർ ഈ ജെറ്റ് വിമാനം, ഈ പറയുന്ന ഈ ടാസ്ക് ഫോഴ്സ് എല്ലാവരും കൂടെ, നമ്മുടെ നായകനും ഈ ഒരു ടീം എല്ലാവരും കൂടെ ഈ ഒരു ഐലൻഡിൽ വീണ് കിടക്കുന്ന ജെറ്റ് വിമാനം പോലെ തോന്നിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ അടുത്തെത്തുന്നു. അതിന് മേലെ ബോംബ് വെച്ച് പൊട്ടിക്കാൻ നോക്കുന്നു, പക്ഷേ ഇത് പൊട്ടില്ല. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇത് ഇവർ അന്വേഷിച്ച് വന്ന ഒരു ജെറ്റ് വിമാനം അല്ലായിരുന്നു, ഇത് ശരിക്കും ഒരു ഏലിയൻ വാർഷ് മെഷീൻ ആയിരുന്നു. അതായത് ഭയങ്കര എക്യുപ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കിടിലൻ സാധനം. അപ്പം അത് തിരിച്ചു വമ്പം വെടിയും മറ്റേ ബോംബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെ തകർത്ത് എറിയുന്നു. ടോട്ടലി പറഞ്ഞാൽ ഇവർ ഓട്ടമാണ് ഫസ്റ്റ് തുടക്കത്തിൽ. പിന്നെ ഇവർക്ക് പറ്റുന്നില്ല, ഇവർക്ക് എത്ര ശ്രമിച്ചിട്ട് ഇതിനെ തിരിച്ചടിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ഇവരുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരായിട്ട് മരണപ്പെടുന്നു. അവസാനം നായകൻ വിചാരിക്കുകയാണ് ഇതിനെ എങ്ങനെയെങ്കിലും എതിർത്ത് നിന്നേ പറ്റുള്ളൂ, ഇതിനെ കൊന്നേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നായകൻ ചെയ്യുന്ന കുറച്ച് വീരസാഹസങ്ങളാണ് ഈ ഒരു സിനിമയിലുള്ളത്. കിടുക്കം പടം. ഞാൻ ഈ പറഞ്ഞ കഥ സിനിമയുടെ ഒരു 30% വരെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്കി അങ്ങോട്ട് വരുന്നത് ഗംഭീര വിഷ്വൽസ്, ഗംഭീര സൗണ്ട്, എന്താ പറയുക, ആക്ഷൻസ്. വാർ മെഷീൻ, നമ്മൾ ബാറ്റിൽ ഷിപ്പാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഷിപ്പിൽ പോകുമ്പോൾ അവർ കാണുന്നുണ്ടല്ലോ ഒരു വലിയൊരു മെഷീൻ കാണുന്നു പസഫിക് സമുദ്രത്തിൽ. അപ്പോൾ അത് ഇവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അതിൻ്റെ ഒരു അറ്റാക്കിംഗ് രീതിയൊക്കെ ഉണ്ട്. മുകളിലേക്ക് ഇങ്ങനെ ഒരു കുപ്പി ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ എറിയുന്നൊരു വമ്പൻ സീൻ. അതിൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ഷൻ ഫിലിമാണ് ബാറ്റിൽ ഷിപ്പ് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അതേപോലെ തന്നെ അതുപോലെ തന്നെ ഒരു അന്യഗ്രഹ ഒരു അഡ്വാൻസ്ഡ് ഏലിയൻ വന്നിട്ട് അറ്റാക്ക് ചെയ്യണം. പിന്നീടാണ് ഇവർ മനസ്സിലാക്കുന്നത് ഇത് ഒരെണ്ണം മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ ഏലിയൻസ് ഉണ്ടെന്നും ഇവരതിനൊക്കെ ചേർത്ത് നിൽക്കണം എന്നുള്ളതൊക്കെ പിന്നീട് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് ആകുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് സിനിമ. ഇതിൻ്റെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ഒരു കാറിലുള്ള ഒരു ചേസ് സീനുണ്ട്, പിന്നെ ഇതിൻ്റെ ഒരു കാട്ടിലുള്ളൊരു സീനുണ്ട്. അത് രണ്ടും കിടുക്കനാണ്, അത് അടിപൊളി സംഭവമാണ്. അത് നമ്മളിങ്ങനെ
തുടിച്ച് നിൽക്കും. അയ്യോ അയ്യോ അവർ പിടിക്കപ്പെടും, ഇനി എത്ര പേരാണ് ഇനി മരണപ്പെടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്കിങ്ങനെ ഒരു സങ്കടമായിട്ട് ഇങ്ങനെ വരും. ആ കാർ ചേസ് ഭയങ്കര ചേസാണ്. ഒരു കാർ ചേസ് അല്ല, ഒരു ടാങ്ക്, അവരുടെ ഒരു വാർ ടാങ്ക് ഉണ്ട്, ഒരു കാർ ഉണ്ടല്ലോ, അത് വമ്പനാണ്. അതിനെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ കിട്ടലൻ സീൻസാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് അതിൻ്റെ സൗണ്ടാണ്. അറ്റാക്ക് ചെയ്യുന്ന രീതിയാണെങ്കിലും തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണെങ്കിലും അതിൻ്റെ അടുപ്പിച്ച് കട്ടുകൾ വരുന്നുണ്ട്. ഓരോ പട്ടപ്പട്ടപ്പട്ടേ എന്ന് പറഞ്ഞിട്ടാണ് സിനിമ പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഒരു ബീജിയം നമ്മളെ ഇങ്ങനെ ത്രില്ലിൽ അടുപ്പിച്ച് ഇങ്ങനെ നിർത്തുകയാണ് ചെയ്യുന്നത്. അയ്യോ 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 എന്താവും എന്നുള്ളത്. അങ്ങനെയുള്ള സീറ്റൻസ് ത്രില്ലറാണ് ഈ വാർ മെഷീൻ 2026 പുറത്തിറങ്ങിയ ഈ ഒരു പടം. കണ്ടു നോക്കുക, ത്രില്ലടിച്ച് കാണുക, നല്ല സൗണ്ട് സിസ്റ്റത്തിലൊക്കെ വെച്ചിട്ട് കാണുക. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം എന്ന് ഞാൻ ഇനി മുതൽ പറയും. തീർച്ചയായിട്ടും ഞാൻ ഇനി കുറച്ച് വീഡിയോസുകളൊക്കെ ഇപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. തീർച്ചയായിട്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ ഗൈസ്. ബൈ അല്ല, സീ യു ഗൈസ്.